അമേരിക്കയും ചൈനയും ഒരുപോലെ കൊണ്ടുപോകാൻ നോക്കി രണ്ട് വള്ളത്തിൽ കാൽ ചവിട്ടിയ പാകിസ്ഥാൻ്റെ അവസ്ഥ ഇപ്പോൾ വല്ലാത്ത അവസ്ഥയാണ്. എന്താണ് മുനീറിൻ്റെ നിക്കർ കീറിയെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ല? ഈ രണ്ട് വെള്ളത്തെ കാല് വെച്ചാൽ നിക്കർ മാത്രമല്ല, അതിനപ്പുറവും ചിലതൊക്കെ കീറും. അത് അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉള്ളത് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ നടപടിയായിരിക്കുകയാണ്. പാകിസ്ഥാൻ ഒരു മറ്റേ ആറാം തമ്പുരാൻ സിനിമയുടെ അകത്ത് നരേന്ദ്രപ്രസാദ് പറയില്ല, നീ സൂത്രശാലിയായ കുറുക്കനാണ്. ഈ ഒരു പരിപാടിയാണ് നമ്മുടെ പാകിസ്ഥാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പോൾ 10-70 വർഷമൊക്കെ ഇന്ത്യക്കൊപ്പം തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാഷ്ട്രമാണ്. അന്ന് മുതൽ ഇന്ന് വരെ അവർ ഒരേ സമയം തന്നെ ഒരു കൈകൊണ്ട് ചൈനയെയും മറ്റേ കൈകൊണ്ട് അമേരിക്കയെയും വാരി പുണർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാലമല്ല. ഇത് നമ്മുടെ ഈ ശീതയുദ്ധ കാലത്ത് ഈ അമേരിക്ക അടങ്ങുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സഖ്യകക്ഷിയായിരുന്നു പാകിസ്ഥാൻ. അതേ സമയത്ത് തന്നെ ഈ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെ ശക്തിയുക്തം എതിർക്കുന്ന ചൈനയുടെ മാവോ സേ തൂങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ നേതൃത്വത്തെ 1950 കാലയളവിൽ ആദ്യമായി അംഗീകരിച്ച രാഷ്ട്രങ്ങളിലൊന്ന് പാകിസ്ഥാനാണ്. മാവോ സേ തൂങ് എന്ന വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്ന ഒരാൾ, വിപ്ലവ പാർട്ടിയാണ്. അപ്പോൾ അത്തരത്തിൽ മാവോ സേ തൂങ്ങിനെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ വിപ്ലവ കക്ഷികൾ എതിർക്കുന്ന മുതലാളിത്ത രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയെയും ഒരേ സമയം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു സഖ്യകക്ഷിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് പാകിസ്ഥാൻ. നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ 71 സമയത്ത് ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് ഇന്ത്യ സൈനികമായി മുന്നേറിയപ്പോൾ പാകിസ്ഥാന് വേണ്ടിയിട്ട് സഹായത്തിന് വന്നത് അമേരിക്കയും അതേപോലെ ബ്രിട്ടനുമാണ്, UK-യുമാണ്. അപ്പോൾ ഇന്ത്യക്കപ്പോൾ സഹായമായി നിന്നത് സോവിയറ്റ് യൂണിയനാണ്, ഇന്നത്തെ റഷ്യ. അപ്പോൾ നമുക്കറിയാം പാകിസ്ഥാൻ അമേരിക്കയോട് എത്രത്തോളം തന്ത്രപരമായി നിൽക്കുന്ന ഒരു രാജ്യമാണെന്ന്. എന്നാൽ അവർ അതേസമയം തന്നെ ചൈനയുമായിട്ടും വലിയ രീതിയിൽ അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം നമ്മുടെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇപ്പോൾ പാകിസ്ഥാന് എട്ടിൻ്റെ പണി കിട്ടാൻ പോകുന്നു എന്നുള്ളതിന് നമ്മുടെ ഹിലറി ക്ലിൻ്റൺ, പഴയ നമ്മുടെ ബിൽ ക്ലിൻ്റൻ്റെ ഭാര്യ, അവർ ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയായിരുന്നു. പറഞ്ഞ ഇങ്ങനെയാണ്: കീപ്പിംഗ് സ്നേക്ക് ഇൻ യുവർ ബാക്ക് യാർഡ്. അതായത് നമ്മുടെ ശശി തരൂർ മുമ്പ് ഒരു പ്രസ്താവന ഇത് സമാനമായി നടത്തിയിരുന്നു. നമ്മൾ സ്വന്തം വീട്ടിൽ പാമ്പിനെ വളർത്തിയാൽ അത് നമ്മളെ അയൽക്കാരനെ മാത്രമല്ല ഒരുപക്ഷെ നമ്മളെയും ആക്രമിക്കും. അപ്പോൾ പാകിസ്ഥാനോടുള്ള വിമർശനം എന്ന രീതിയിലാണ് ഇപ്പോൾ ഹിലറി ക്ലിൻ്റൺ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. കാരണം പാകിസ്ഥാൻ്റെ പൂർവ്വകാല ചരിത്രം നമുക്കറിയാമല്ലോ. നിരവധിയായ ഭീകര സംഘടനകളെ പാലൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരാൾക്കാരെയാണ് പാകിസ്ഥാൻ എന്ന രീതിയിൽ അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാന് മേൽ അവിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, ഈ അമേരിക്കയുമായിട്ടുള്ള പാകിസ്ഥാൻ്റെ ബന്ധം എന്ന് പറയുന്നത് ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ്റെ തൊട്ടടുത്ത രാജ്യമാണല്ലോ. ഈ അഫ്ഗാനിസ്ഥാനിൽ മുമ്പ് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അവരുടെ കയ്യേറിയിരുന്നത്. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയനെ അവിടെ നിന്ന് പറത്താൻ വേണ്ടിയിട്ട് ഈ താലിബാൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ, അല്ലെങ്കിൽ അന്ന് ബില്ലാദൻ അമേരിക്കയ്ക്ക് വളരെ സ്വീകാര്യനായ വ്യക്തിയായിരുന്നു. ഈ ബില്ലാദന് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പരിപാടി അതിൻ്റെ ബ്രോക്കർമാർ, അതിൻ്റെ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചത് പാകിസ്ഥാനാണ്. ആ വകയിൽ പാകിസ്ഥാൻ കണ്ടമാനം അമേരിക്കയുടെ കയ്യിൽ നിന്ന് കാശും ആയുധവും അടിച്ചു മാറ്റി. അതൊരു വസ്തുതയാണ്. അത് സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. വൻ നാണക്കേടായിരുന്നു അതിലുണ്ടായത് പാകിസ്ഥാൻ. കാര്യം അമേരിക്കയിൽ നിന്ന് വന്ന ആയുധങ്ങളിൽ പണവും ആയുധവും കുറേയൊക്കെ അതിൻ്റെ ഒരു വീതം മാത്രമേ ഈ താലിബാന് പോയിട്ടുള്ളൂ. അതിനുശേഷം പിന്നീട് ഈ ബില്ലാദനെ പിടിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക വീണ്ടും അവിടെ വന്നല്ലോ. അപ്പോഴും പാകിസ്ഥാനുമായിട്ടായിരുന്നു അമേരിക്ക കൈകോർത്തത്. പക്ഷേ അമേരിക്കയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അടി, ഈ അമേരിക്കയോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ പാകിസ്ഥാൻ അവസാനം ബില്ലാദന് തന്നെ അഭയം കൊടുത്തിട്ട് പാകിസ്ഥാനിലെ അബോത്താബാദിൽ നിന്നാണ് ബില്ലാദനെ പിടികൂടി വധിച്ചത് എന്നുള്ളത് പിന്നീടുള്ള ചരിത്രം. അപ്പോൾ ഇപ്പോൾ ചൈന തൊട്ടടുത്ത അയൽ രാജ്യം എന്ന നിലയിൽ, ഇന്ത്യയുടെ ശത്രുരാജ്യം എന്ന നിലയിൽ ചൈന വല്ലാണ്ടങ്ങ് പാകിസ്ഥാനെ സ്നേഹിക്കുന്നുണ്ട്. അതിന് ചൈനയ്ക്ക് ചൈനയുടേതായ ചില കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം പാകിസ്ഥാൻ്റെ കറാച്ചി തുറമുഖം ചൈനയെ സംബന്ധിച്ച് വളരെ ആകർഷകമായൊരു സംഗതിയാണ്. കാരണം ചൈന എന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തോട്ടും കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഒരു സൗഹൃദ ബന്ധത്തിലുള്ളപ്പോൾ കറാച്ചി തുറമുഖം അവരുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാട് ചൈനയ്ക്കുണ്ട്. അതുമാത്രമല്ല, പാകിസ്ഥാൻ ഒരു ദരിദ്ര നാരായണന്മാരുടെ കൂട്ടായ്മ ആയതുകൊണ്ട് അവിടെ വലിയ വികസന പദ്ധതികളൊന്നുമില്ല. അപ്പോൾ ചൈന
അവിടെ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നു. അവിടുത്തെ ധാതു സമ്പത്ത് ഖനനം അടക്കമുള്ള അല്ലെങ്കിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനം, പാലങ്ങൾ, റോഡുകൾ തുടങ്ങിയവയുടെ നിർമ്മാണമൊക്കെ ചൈനീസ് കമ്പനികളാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. ചില പ്രൊജക്റ്റുകൾക്കൊക്കെ ചൈനീസ് സർക്കാർ നേരിട്ട് പണം ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചൈനയുമായിട്ടും വലിയ രീതിയിൽ അടുത്തിടപഴകുന്നു. ഒരേ സമയം തന്നെ അമേരിക്കയും തൃപ്തിപ്പെടുത്തുന്നു, ഒരേ സമയം തന്നെ ചൈനയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലം. പക്ഷേ ഇപ്പോൾ കഥ മാറുകയാണ്. ഇപ്പോൾ താരിഫ് യുദ്ധം വന്നു അമേരിക്കയുടെ. അപ്പോൾ ചൈനയുമായിട്ട് വലിയ ഒരു വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ട ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ആദ്യം 239% വരെ ചൈനയ്ക്കെതിരെ താരിഫ് പ്രഖ്യാപിച്ച അമേരിക്ക പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന വെറും 19% താരിഫാണ്. അതേസമയം ഇപ്പോൾ ആ 239 നിന്ന് കുറേ വിട്ടുവീഴ്ചയൊക്കെ ചെയ്തിട്ട് ചൈനയ്ക്കെതിരെ ഇപ്പോൾ ഉള്ളത് 30%. അപ്പോൾ അവിടെയും പാകിസ്ഥാനെ പിണക്കാൻ ചൈന തയ്യാറായിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പേരിലുള്ള അസ്വസ്ഥതകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് അപ്പോൾ ഇത്രയും 19% വരെയുള്ള ഒരു ഔദാര്യം ചെന്നതിന് പ്രത്യുപകാരമായിട്ട് നമ്മുടെ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വലിയ ഓഫറുകളൊക്കെ കൊടുത്തു. അവിടെ നിന്ന് കൂടുതൽ ആയുധങ്ങളൊക്കെ വാങ്ങാം. കൂടാതെ പാകിസ്ഥാനിലെ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന മേഖല ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ്. പ്രത്യേകിച്ച് ലിഥിയം എന്ന് പറയുന്നത് ഇനി വരുംകാല വാഹന നിർമ്മാണങ്ങൾക്ക്, ഇലക്ട്രിക് വാഹനങ്ങളാണല്ലോ ഇനി ഉണ്ടാവുക, അതിന് ലിഥിയം ബാറ്ററി നിർമ്മാണത്തിന് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ബലൂചിസ്ഥാനിൽ വലിയ രീതിയിൽ ഇത് ഈ ധാതു നിക്ഷേപമുണ്ട്. അപ്പോൾ അതൊക്കെ ഖനനം ചെയ്തെടുക്കുക. പിന്നെ കൂടാതെ പാകിസ്ഥാൻ അവിടെ എണ്ണ ഖനനത്തിന് വേണ്ടിയിട്ട് അമേരിക്കയെ ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കണ്ണുവെച്ച് അമേരിക്ക അങ്ങോട്ട് ചെല്ലുകയാണ്. പക്ഷേ ഇതേ കാര്യങ്ങളിൽ തന്നെ ചൈനയ്ക്കും വലിയ താല്പര്യമുണ്ട്. അവർ കോടിക്കണക്കിന് രൂപയാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിക്ഷേപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബലൂചിസ്ഥാനിൽ നേരത്തെ തന്നെ ഈ ചൈനീസ് എഞ്ചിനീയർമാർക്കെതിരെ അല്ലെങ്കിൽ ചൈനീസ് പ്രതിനിധികൾക്കെതിരെ ബലൂച്ച് ലിബറേഷൻ ആർമി വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഈ ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് ആയുധവും പണവും എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന അമേരിക്കയാണെന്നുള്ളതാണ് അവരുടെ വാദം. അപ്പോൾ ചൈനയെ തുരത്താൻ വേണ്ടി ബലൂച്ചുകളെ അമേരിക്ക ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വാദം വരുന്നത്. ഇവിടെ ഈ ബലൂച്ചിലേക്ക് ഇപ്പോൾ അമേരിക്കയും കൂടി വരുമ്പോൾ തൊട്ടടുത്ത് നമ്മുടെ പാകിസ്ഥാൻ്റെ അയൽ രാജ്യമാണ് ഇറാൻ. അവരും വലിയ രീതിയിൽ അസ്വസ്ഥരാകും. കാര്യം നേരത്തെ അറിയാമല്ലോ, ഇറാനും അമേരിക്കയായിട്ടുള്ള ബന്ധം ഏത് തരത്തിലാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ രീതിയിലും വലിയൊരു സംഘർഷ സാധ്യതകളിലേക്ക് കാര്യം എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ചൈന കുറേ കൂടി അതായത് പാകിസ്ഥാൻ അമേരിക്കയിലോട്ട് അടുക്കുന്നു എന്നുള്ളൊരു സൂചന കിട്ടിയപ്പോൾ ചൈന വീണ്ടും അവസരത്തിന് തുയരുകയാണ്. ചൈന കുറേ കൂടി ആയുധങ്ങൾ പാകിസ്ഥാന് കൈമാറാം, കുറേ കൂടി നിക്ഷേപ സാധ്യതകൾ പാകിസ്ഥാന് നൽകാം തുടങ്ങിയ വമ്പം മോഹന വാഗ്ദാനങ്ങളുമായിട്ട് ചൈനയും വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു നിർബന്ധിത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാര്യം ഈ രണ്ട് രാജ്യങ്ങളും പാകിസ്ഥാനോട് ആവശ്യപ്പെടുകയാണ്, കൂറ് നിങ്ങൾക്കിപ്പോൾ ആരോടാണ്, അമേരിക്കയോടാണോ അത് ചൈനയോടാണോ? അപ്പോൾ ഉറപ്പായിട്ടും പാകിസ്ഥാന് ഏതെങ്കിലും ഒരാളെ പിണക്കേണ്ടി വരും എന്നുള്ള കാര്യം ഈ ഒരു ഘട്ടത്തിൽ ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഒരാളെ പിണക്കിയാൽ മറ്റൊരാളുടെ ശത്രുത പിടിച്ചു വാങ്ങേണ്ടി വരും പാകിസ്ഥാൻ എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ പാകിസ്ഥാനെ പോലെ സൈനികമായി സാമ്പത്തികമായി ദുർബലപ്പെട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിന് ഇമ്മാതിരി ചൈനയെയോ അല്ലെങ്കിൽ അമേരിക്കയെയോ ആരെങ്കിലും ഒരാളെ ശത്രുപക്ഷത്ത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനേ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, രണ്ടുപേരെ ഒരേപോലെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. രണ്ട് വള്ളത്തെ കാല് വെച്ചവൻ്റെ അവസ്ഥ എന്താണ്, അതാണിപ്പോൾ അസീം മുനീറും ഷഹബാസ് ഷെരീഫും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.